ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇതേ സൂംബയും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഇത് ലാസ്റ്റ് ഡേ ഓഫ് സൂംബയാണ്. മാത്രമല്ല കുറച്ച് പേര് ഇന്ന് നാട്ടിലേക്ക് പോവാണ് കേട്ടോ, ഇന്ന് നാളെയൊക്കെ ആയിട്ട്. അപ്പോൾ ചെറിയൊരു പാർട്ടി പോലെ ഞങ്ങൾ ഫോർ സ്ക്വയറിൽ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു 4 ഡേയ്സും കൂടിയുള്ള ക്ലാസ്സും കൂടി ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നാട്ടിലേക്ക് പോവാണ്. അങ്ങനെ പലരും പല ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പൂരി, അതേപോലെ ഇടിയപ്പം, വെള്ളയപ്പം, സാൻഡ്വിച്ച്. ഞാൻ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ പറഞ്ഞത്, പക്ഷെ അത് അട്ടർ ഫ്ലോപ്പായിരുന്നു. കാരണം ഞാൻ വിചാരിച്ച സംഭവങ്ങളൊന്നും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു. ഇതൊരു തേഴ്സ്ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മോർണിംഗ്സ് ആണ് കേട്ടോ, ഫ്രൈഡേയും അതേപോലെ തന്നെ സൺഡേയും. കാരണം രാവിലെ സ്കൂളോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാവരും ഉറക്കമായിരിക്കും, വീട് മൊത്തം സൈലൻ്റ് ആയിരിക്കും. ആ ഒരു ഏർലി മോർണിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എൻ്റെ ഒരു മീ ടൈം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഉറങ്ങണ സമയത്ത് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ നേരം ഞാനങ്ങനെ ഫോണൊക്കെ നോക്കി അങ്ങനെ ഇരിക്കും. എന്നിട്ട് നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി വെക്കും. അതല്ലെങ്കിൽ പിള്ളേരെല്ലാവരും എഴുന്നേറ്റ് വരുമ്പോൾ അവരുടെ കൂടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഹറിബറി ആയിരിക്കും കേട്ടോ. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ ജുമ്മ ഒക്കെ ഉള്ളതാണല്ലോ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആക്കണം. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസ്, ഒരു വലിയ പീസ് തന്നെയാണ് കേട്ടോ, ഒരു 400 ഗ്രാം ഒക്കെ ഉണ്ടാവും. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തൊരു ടോട്ടില്ല റാപ്പിൻ്റെ ഒരു പാക്കറ്റ് ഒരു 4 ദിവസത്തോളമായി ഫ്രിഡ്ജിലിരിക്കുന്നു. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിള്ളേർക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ മടി കൊണ്ട് ചെയ്യാറുമില്ല. എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരെ സ്കൂളിൽ വിടാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. കാരണം വെറുതെ പോയി വരുന്നതാണെന്ന് നമുക്കറിയാലോ. ഇവർക്കൊരു 3 ഡേയ്സ് 4 ഡേയ്സും കൂടി ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ ക്ലോസ് ആവും. അതേപോലെ ഒരു ഫീൽഡ് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഉള്ളത് കൊണ്ട് തന്നെ സ്കൂളിൽ വിടാതെ പറ്റിയില്ല. അപ്പോൾ രാവിലെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യലും എല്ലാം സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. എന്തെങ്കിലും തട്ടിക്കൂട്ടിയായിട്ട് അങ്ങനെ കൊടുത്തയക്കലാണ് ചെയ്യാറ് കേട്ടോ. പക്ഷെ ഹംദാൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അവൻ അവിടെ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കുകയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തേ പറ്റുള്ളൂ. എന്നാലും ടോട്ടില റാപ്പ് കുറേ ദിവസമായിട്ടായിരിക്കുന്നു. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് അതാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതേ മസാലയും കാര്യങ്ങളൊക്കെ ഇതേ ആക്കി വെക്കാണ് കേട്ടോ. എൻ്റെ ഗാർലിക് പൗഡർ ബോട്ടിൽ ഇരുന്നിട്ട് തന്നെ നല്ല ഹാർഡായി പോയിട്ടുണ്ട്. അത് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുടഞ്ഞിട്ടത്. ചിക്കനിലേക്ക് നമുക്ക് എന്ത് മസാല വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പാപ്രിക്ക, ഗാർലിക് പൗഡർ, പെപ്പർ, സോൾട്ട് ഒക്കെ ആയിട്ട് നന്നായിട്ട് മസാലയൊക്കെ തേച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഏത് നാടൻ മസാലയാണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടമുള്ള മസാല നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് ഓയിലിൻ്റെ അകത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടി ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. നമുക്ക് റാപ്പ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ മയോ ചെപ്പാണ് കേട്ടോ. മയോണൈസും സോസും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബോളിലെടുത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ലെറ്റ്യൂസ് മാത്രം കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യണുള്ളൂ. കാരണം ഇവിടെ കുക്കുംബർ, ടൊമാറ്റോ ഒന്നും വെക്കുന്നത് ഇവിടെ പിള്ളേർക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അതേപോലെ ലെറ്റ്യൂസും വലിയ പീസാണെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ആറുനാണെങ്കിൽ തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ തവണ ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മയോണൈസ് വാങ്ങിയത് ബോക്സിൽ കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും സോസൊക്കെ കൂടി എടുത്ത് ഞാൻ തീർക്കുകയാണ് കേട്ടോ. ലെറ്റ്യൂസ് അങ്ങനെ എടുത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് പിന്നെ നമ്മളുടെ റാപ്പിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം കൂടി. Roam like home with Freedom Plans. To subscribe, visit the E&, UAE app or our website. T's and C's apply. E&, go for more. Your adventure looks like there's a data and calling plan made for you. നമ്മുടെ കിച്ചണിൻ്റെ അകത്ത് ഒരുപാട് നാളായിട്ടാണ് ഈ റേഡിയോ ഇരിക്കുന്നത്. ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന അന്ന് തുടങ്ങി പറയണേ, നീ അതൊന്ന് ഓണാക്കി നോക്ക്, നല്ലതല്ലേ, ന്യൂസൊക്കെ കേൾക്കാമല്ലോ കിച്ചണിൽ നിന്നിട്ടെന്ന്. ഞാനിതുവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ സിസ്റ്റർ ഇവിടെ വന്ന സമയത്താണ് അത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ കിച്ചണിൽ എൻ്റെ കൂട്ടതാണ് കേട്ടോ. നല്ല സോങ്ങുകളുണ്ടാവും, പഴയ സോങ്ങുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അതേപോലെ ഇടയ്ക്ക് ന്യൂസും ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിച്ചണിൽ എപ്പോഴും ഓണാക്കിയിടുന്നൊരു സംഭവമാണ് എൻ്റെ റേഡിയോ. അതല്ലെങ്കിൽ ഞാൻ വിൻഡോ ഓപ്പൺ ചെയ്തിടുമായിരുന്നു കേട്ടോ എപ്പോഴും. പക്ഷേ ഇപ്പോൾ വിൻഡോ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാൻ തുറക്കാറേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏക ഒരു ആശ്വാസം ഈ ഒരു റേഡിയോ ആണ് കേട്ടോ.
അപ്പോൾ അത് റാപ്പിൻ്റെ അകത്തേക്ക് നമ്മുടെ സ്പ്രെഡൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. മയോണൈസും കെച്ചപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചത്. ലെറ്റ്യൂസ് എൻ്റെ പിള്ളേർ തീരെ കഴിക്കാറില്ല കേട്ടോ. പക്ഷെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തപ്പോൾ അവർ പോലും അറിഞ്ഞില്ല കേട്ടോ ഇതിൻ്റെ അകത്ത് ലെറ്റ്യൂസ് ഉള്ള കാര്യം. അപ്പോൾ നിങ്ങളും പിള്ളേർ കഴിക്കാത്തതാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോ. അവരറിയാതെ അത് കഴിക്കുകയും ചെയ്തു. ചിക്കനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. വലിയൊരു പീസ് ലീഫാണെങ്കിലാണ് അതെടുത്ത് മാറ്റുകയൊക്കെ ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ അവരറിഞ്ഞിട്ടേ ഇല്ല, മാറ്റാനോ അല്ലെങ്കിൽ ടേസ്റ്റ് കൊള്ളില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അവരത് കഴിക്കുകയും ചെയ്തു. ഈ ഒരു വീക്കെൻഡ് നല്ലൊരു തിരക്ക് തന്നെയാണ് കേട്ടോ. കാരണം സാറ്റർഡേ സൺഡേയും പിള്ളേർക്ക് മദ്രസയിൽ എക്സാം ഉണ്ട്. പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ ആറുവിന് മാത്രമേ ഉള്ളൂ, ഹംദാൻ്റെ എല്ലാം കഴിഞ്ഞു. അവന് 7 സബ്ജക്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ദിവസം 2 സബ്ജക്റ്റ് വെച്ചിട്ടാണ് എക്സാം. അപ്പോൾ അവൻ എഴുന്നേറ്റാൽ തന്നെ മദ്രസയിലെ പഠിക്കാനിരുത്തണം. അതേപോലെ മൺഡേ മാത്സ് എക്സാമും ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീക്കെൻഡ് മൊത്തത്തിൽ പോക്കാണ്. അപ്പോൾ എന്തായാലും അവർ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയാണല്ലോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ കുക്കിംഗ് ഒക്കെ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഉച്ചക്കത്തേക്ക് എന്തുണ്ടാക്കണമെന്ന് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ കുറേ നേരമായി ആലോചിക്കുന്നു എന്തുണ്ടാക്കണമെന്ന്. കാരണം ഇന്നലെ ഹംദാൻ്റെ ഒരു ഫ്രണ്ട് ഗസ്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ഉച്ചയ്ക്ക് വന്നിട്ട് രാത്രി വരെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മന്തി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ആ കുട്ടി വന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ചിക്കനൊന്നും വാങ്ങിക്കാനുള്ളൊരു മൂടോ കാര്യങ്ങളൊന്നുമില്ല. അതിന് 2 ദിവസം മുമ്പ് കപ്പയും ബീഫൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീഫും ചിക്കനും ഉള്ളൊരു ഓപ്ഷൻ ഇല്ലാതെ പിന്നെ എന്തുണ്ടാക്കും എന്നുള്ളൊരു ആലോചനയിലാണ് കേട്ടോ. പിള്ളേർക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ആക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ആലോചനയും മനസ്സിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ റാപ്പ് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് അതൊന്ന് കവർ ചെയ്യാനൊക്കെ കുറച്ച് പാടാണ് കേട്ടോ. കുറച്ച് ഹാർഡായിട്ടായിരിക്കും ഇരിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടൂത്ത് പിക്ക് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് വരും. ഇത് നമ്മളുടെ 6-7 റാപ്പുകൾ ഇതേ അങ്ങനെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ 6 എണ്ണമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഹാറുവിനെ പോയി വിളിച്ചിട്ടുണ്ട് കേട്ടോ. അവനെന്തായാലും പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തണമല്ലോ. ഇന്നേ തുടങ്ങി കുറേശ്ശെ തുടങ്ങിയാലാണ് ഓരോ സബ്ജക്റ്റുകൾ തീർക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ ബട്ടറൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് അതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഹാറൂനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ട്. കാരണം ഒരു സബ്ജക്റ്റ് ഫുള്ള് അറബിയാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് പറഞ്ഞു കൊടുക്കാനും അറിയില്ല, മീനിങ്സും കാര്യങ്ങളൊന്നും കിട്ടൂല കേട്ടോ. ഇവർ സമസ്തയുടെ കീഴിലുള്ള ഇതിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ സബ്ജക്റ്റുകൾ അതേപോലെ ഓരോ വിഷയങ്ങൾ നമുക്ക് അറിയാൻ പാടില്ലാത്ത മീനിങ്സും കാര്യങ്ങളും അതിൻ്റെ തദ്രീബാത്ത് എല്ലാ സംഭവങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ചാപ്റ്ററാണോ പഠിക്കേണ്ടത് അതെടുത്തിട്ടുണ്ടെങ്കിൽ അവരത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാത്ത ചാപ്റ്ററുള്ള കുട്ടികൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഫിനിഷ് ചെയ്യാനും പഠിക്കാനും പറ്റും കേട്ടോ. അപ്പം ഞാനത് ഓപ്പൺ ആക്കി ആളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ട്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കും കേട്ടോ. ചാപ്റ്ററും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അതേപോലെ ഫില്ലിങ് ദ ബ്ലാങ്ക്സ്, മാച്ച് ദ ഫോളോയിങ് എല്ലാം അതിൻ്റെ അകത്ത് ആൻസറും കൊടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ പിള്ളേർക്ക് ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. ഇവർ ഇടിയിട്ടാണ് കേട്ടോ കഴിച്ച് തീർത്തത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മയണൈസും സോസും എല്ലാം കൂടി വന്നതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ചിക്കനൊക്കെ ആയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിള്ളേർ നന്നായിട്ട് തന്നെ കഴിച്ചു. അതിനിടയിൽ ഹംദാനും വന്നു, അവനിക്കും കൊടുത്തു കേട്ടോ. അങ്ങനത്തെ ഇക്കായും റെഡി ആയിട്ട് വന്നു. ആൾക്ക് എവിടെയോ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ആള് ഡയറ്റ് ആയതുകൊണ്ട് മുട്ട ബോയിൽ ചെയ്തതും എന്തെങ്കിലും ഫ്രൂട്ട്സും മസ്റ്റാണ്. പിന്നെ ആൾക്കും ടോട്ടില റാപ്പ് തന്നെ കൊടുത്തിട്ട് ഒരെണ്ണം ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ യെല്ലോ ടോട്ടില റാപ്പാണ്, അത് പൊട്ടറ്റോയുടെ റാപ്പാണെന്ന് കേട്ടോ അവർ പറയണേ. അതിന് യെല്ലോ കളറും നോർമലായിട്ടുള്ളതിന് വൈറ്റും ആണ് കേട്ടോ. അങ്ങനെയൊക്കെയും ഫുഡ് കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം മന്തി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനിന്ന് പ്രോൺസും നാടൻ കറി ആക്കാമെന്ന് വിചാരിച്ചിട്ട് പ്രോൺസും അതേപോലെ കോവക്കയും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആലോചിച്ച് കൂട്ടി കുറേ നേരം ഇരുന്ന് ആലോചിച്ചു. പിന്നെ രാവിലെ തന്നെ ഓർഡർ കൊടുത്തു കേട്ടോ. കാരണം ഗ്രാൻഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 1.5 മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുള്ളതാണെങ്കിൽ രാവിലെ എഴുന്നേക്കണ പാടെ തന്നെ ഞാൻ ഓർഡർ കൊടുക്കും കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ പോയി വാങ്ങിക്കണം. നല്ല ചൂടാണ് കേട്ടോ. പിള്ളേരോട് പറഞ്ഞാലും ഇക്കാനോട് പറഞ്ഞാലും ഇവർക്കൊക്കെ മടിയാണ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചണിലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ തന്നെ രാവിലെ ആലോചിച്ചൊരു പ്ലാൻ ഉണ്ടാക്കണം. ഉണ്ടാക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് കേട്ടോ ആലോചിക്കാനായിട്ട്. ഒരു നോർമൽ വീട്ടമ്മേനെ സംബന്ധിച്ചിട്ട് രാവിലെ എന്തുണ്ടാക്കും, ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും, വൈകിട്ട് എന്തുണ്ടാക്കും എന്നുള്ളത് നമ്മുടെ ഒരു ആഭ്യന്തര പ്രശ്നം തന്നെയാണല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മീഡിയം പ്രോൺസാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോൺസ് എപ്പോഴും നോർമൽ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണല്ലോ ഉണ്ടാക്കാറ്. ഒന്നെങ്കിൽ റോസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കും അങ്ങനെയൊക്കെ.
അങ്ങനെ ഞാൻ യൂട്യൂബ് തപ്പിയപ്പോഴാണ് നമ്മുടെ ഷെഫ് പിള്ളയുടെ ഒരു വൈറൽ പാൽക്കൊഞ്ച് കറി കണ്ടത്. റെസിപ്പി കണ്ടപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാതിരിക്കാനായില്ല കേട്ടോ, കാരണം കണ്ടപ്പോൾ തന്നെ കൊതിയായിട്ട് വയ്യായിരുന്നു. അപ്പോൾ എന്തായാലും അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് പണിയും കഴിയും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, ചില്ലി ഫ്ലേക്സ്, അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതൊക്കെ 1 സ്പൂൺ മതി കേട്ടോ. പിന്നെ കുറച്ച് വേപ്പില ഞാൻ ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കേട്ടോ. അതേപോലെ ഇതിന് വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും മിക്സ് ചെയ്തിട്ട് അത് വേറെ മാറ്റി വെക്കണം കേട്ടോ, നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്യണം കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇത് നാടൻ പാൽക്കൊഞ്ച് കറിയാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയത് നോർമൽ റൈസിൻ്റെ കൂടെ കഴിക്കണ സംഭവമല്ല കേട്ടോ. അത് ഫ്രഷ് ക്രീമും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു പാൽക്കൊഞ്ച് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വെള്ളയപ്പം, അപ്പം, ചപ്പാത്തി, അതേപോലെ ഗീ റൈസ് അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. ഇത് നമ്മളുടെ നാടൻ റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വേണാട് പാൽക്കൊഞ്ച് കറി എന്നാണ് കേട്ടോ അതിൽ പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോൾ പ്രോൺസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ഫ്രൈ ആവുന്നതിൻ്റെ കൂട്ടത്തിൽ ആണ് ബാക്കിയുള്ള സംഭവങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഗാർലിക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അതേപോലെ ചെറിയുള്ളി, ഒരു 5-6 ചെറിയുള്ളി അതും കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക്, കറിവേപ്പില എല്ലാം കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഒരു പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലിൻ്റെയും വെളിച്ചെണ്ണയുടെയും കൂടി മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറി ഒന്ന് തിക്കായിട്ട് വരും. വേറെ മസാലയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ നല്ല സ്പൈസി വേണമെന്ന് ഉള്ളവർക്കാണെങ്കിൽ ഗ്രീൻ ചില്ലിയാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇതിൽ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ പെപ്പറിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അതേപോലെ ചില്ലി ഫ്ലേക്സ് ആണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തിളച്ച് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കുക കേട്ടോ. അപ്പോൾ അതനുസരിച്ച് എന്താണോ കുറവ് അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ തോരന് വേണ്ടിയിട്ട് ഞാൻ കോവയ്ക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും നല്ല കോവയ്ക്ക കിട്ടൽ കുറച്ച് കുറവാണ്, കൂടുതൽ പഴുത്തതൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷെ ഇന്ന് കൂടുതൽ നല്ല കോവയ്ക്കായിരുന്നു കേട്ടോ. നല്ല കിളുന്ത് കോവയ്ക്കായിരുന്നു, ചെറിയ ടൈപ്പ്, നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉള്ളി മുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കോവയ്ക്ക് എപ്പോഴും നല്ല കനം കുറച്ച് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല മുരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു കോവയ്ക്ക ഫാനാണ്. കറി ഞാനിപ്പോൾ വെച്ചതല്ല കേട്ടോ, തലേ ദിവസം രാത്രി ഉണ്ടാക്കിയതാണ്. പടവലങ്ങയും ഉണക്കച്ചെമ്മീനും കൂടിയിട്ട് അങ്ങനെ കറി വെച്ചതാണ് കേട്ടോ. പടവലങ്ങയും തക്കാളി, പച്ചമുളകും, ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉണക്കച്ചെമ്മീൻ വറുത്തിട്ട് അതും ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ക്രഷ് ചെയ്തതും കൂടി ഇട്ടിട്ട് അതിലേക്ക് തേങ്ങ അരച്ച് ഒഴിച്ച് താളിച്ചെടുത്ത കറിയാണ് കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ കറി വെക്കാൻ നിന്നിട്ടില്ല, കാരണം മിക്ക അത് കൂട്ടിയിട്ടില്ല കേട്ടോ. രാത്രി ഞാൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതും കൂട്ടിയിട്ടാണ് ഇന്ന് അപ്പോൾ ലഞ്ച് കൊടുക്കണേ. അപ്പോൾ രാത്രി കഴിച്ചതിനേക്കാളും പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കൂട്ടി ഉടനെ ഫ്രിഡ്ജിലേക്ക് വെച്ചു, കാരണം ഇപ്പോഴത്തെ ചൂടിൽ പുറത്തിരുന്നിട്ടുണ്ടെങ്കിൽ റിസ്ക് ആണ്. അപ്പോൾ അതും പിന്നെ നാട്ടിൽ നിന്ന് വന്ന മാങ്ങാച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എല്ലാവരും പള്ളിയിൽ പോയി വന്നിട്ടുണ്ട്. ഇക്ക വേറെ എവിടെയാണ് കേട്ടോ പള്ളിയിൽ പോയത്. അങ്ങനെ വന്ന് ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇരിക്കുകയാണ്. ഫ്രൈഡേ ലഞ്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ കാണാനിരിക്കണ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഇതേ തട്ടത്തിൻ മറയത്ത് സിനിമ കണ്ടപ്പോൾ എന്തോ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര പൂതി. അപ്പോൾ ഞാനങ്ങനെ വെച്ച് കണ്ടതാണ്. ഇവർക്ക് ആർക്കും ഈ സിനിമ കണ്ണെടുത്താൽ കണ്ടുകൂടാ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സിനിമ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഓരോരുത്തർ ഒച്ചെടുക്കാനും ബഹളം എടുക്കാനൊക്കെ തുടങ്ങി. ഹാസിമിൻ്റെ ബഹളം ഓൾറെഡി ഉണ്ട്. അങ്ങനെയാണ് ആലപ്പുഴ ജിംഖാന എന്നും പറഞ്ഞിട്ട് ഒരു മൂവി ഉണ്ട്, നല്ല പടമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഒക്കെ ഓൾറെഡി കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല മൂവിയാണ്, നമ്മുടെ നെസ്ലിൻ്റെ പുതിയ മൂവിയാണെന്നും പറഞ്ഞിട്ട്. കുറേ നാളായി ഇറങ്ങിയിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ആ മൂവി ഇട്ട് എല്ലാവരും കൂടി ഇരുന്ന് കണ്ടിട്ട്. അപ്പോൾ അത് ബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാനും കുറേ നേരം ഇരുന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടാ, ഫിലിം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ഇരുന്ന് കണ്ട്. ഇക്ക ഓൾറെഡി കണ്ടതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആളവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഇക്ക റൂമിൽ പോയി കിടന്ന് അങ്ങനെ അങ്ങോട്ട് ഉറക്കിയിട്ടാ. ഹാസിം അതിൻ്റെ ഇടയിൽ എല്ലാം വലിച്ചു വാരി ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സിനിമ കാണാനിരുന്നു, ഇനിയിപ്പോൾ ഇതൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. മൂപ്പര് പാട്ട് വരുമ്പോൾ എന്തായാലും ഇടയ്ക്ക് നല്ല ഡാൻസാണ്, കാരണം ആൾ സ്ഥിരമായിട്ട് കാണുന്ന പാട്ടുകളാണ് കേട്ടോ ഇത്. അപ്പോൾ പാട്ട് വരുന്ന സമയത്ത് ആൾ ഇക്കാലത്തുനിന്ന് ഓടി വരും. ഇക്ക എവിടെയെങ്കിലും കിടക്കണ്ടെങ്കിൽ ഇക്കാടെ മേത്ത് കയറി ഇറങ്ങി മറിയലാണ് കേട്ടോ മൂപ്പരുടെ പണി. ഹാസിം ഏത് റൂമിലാണ് കളിക്കണേ ആ റൂമിലുള്ള എല്ലാ സാധനങ്ങളും അവൻ വാരി വലിച്ചിട്ടിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു കാര്യത്തിന് യാതൊരു കോംപ്രമൈസും ഇല്ല.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വേണാട് പാൽക്കൊഞ്ച് കറി അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.